മാഗ്നസിന് ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. ഞങ്ങൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ പേര് സൽമാൻ ഫ്രം വളാഞ്ചേരി. ഞാൻ മാഗ്നസിൻ്റെ തിരൂർ ബ്രാഞ്ചിൽ പഠിച്ചതാണ്. ഞാനിപ്പോൾ മാഗ്നസിൻ്റെ കീഴിൽ ദുബായിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. എനിക്ക് 2000 ദിർഹംസാണ് സാലറി പറയുന്നത്. സൽമാൻ്റെ ഉമ്മയാണ്. ഇപ്പോൾ അൽഹംദുലില്ലാ നല്ല ഹാപ്പിയിലാണ്. അവന് മാഗ്നസിലൊക്കെ പഠിച്ചു. ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ജോലിയൊക്കെ ആയിട്ടുണ്ട്. നിങ്ങളെ ഷാവാസിലേക്ക് പോകാനുള്ള കിട്ടി പോകണം എന്നുള്ള ഇതിൽ ഇരിക്കുകയാണ്. അൽഹംദുലില്ലാ അവിടെ പഠിച്ചതുകൊണ്ട് ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്. ഞങ്ങളും കുടുംബമൊക്കെ നല്ല ഹാപ്പിയിലാണ്. ആദ്യം ഞങ്ങൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ. ഞാൻ അവനെ ഡിഗ്രിക്ക് വിടാനൊക്കെ ആയിരുന്നു തീരുമാനിച്ചിരുന്നത്. പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് പോയതായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരു നല്ല മേഖലയിലെത്തി പോയി സംസാരിച്ച് അവിടെയൊക്കെ സ്ഥാപനമൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. അങ്ങനെ പിന്നെ അവിടെ അവൻ്റെ ഇഷ്ടത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അവനും പോയി തുടങ്ങിയപ്പോൾ തന്നെ നല്ല ഹാപ്പിയിലായിരുന്നു. അവൻ നല്ല വർക്കൊക്കെ ചെയ്ത് തുടങ്ങി. പിന്നെ അവന് ഓൺലൈനിലായി ഒരുപാട് വർക്കുകളൊക്കെ ചെയ്ത് ഒരുപാട് കാശൊക്കെ അവനുണ്ടാക്കി. നല്ല മേഖല തന്നെയാണ് പിന്നെ ഞങ്ങൾ മനസ്സിലായി. അങ്ങനെ പിന്നെ അതിലങ്ങനെ തുടർന്ന് പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ട്രെയിനിങ്ങൊക്കെ നല്ലതിൽ തന്നെയായിരുന്നു. ട്രെയിനിങ് പോകാൻ കുറച്ച് ലോങ് ആയിരുന്നു. ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ട് തോന്നിയിരുന്നെങ്കിലും ജീവിതമൊക്കെ പഠിക്കാനൊക്കെ അതൊക്കെ നല്ലതാണല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങ് പറഞ്ഞയച്ചു. സുന്ദരി നല്ല റാഹത്തിൽ തന്നെ ആയി. ഇപ്പോൾ വളരെ സന്തോഷം തോന്നിയാണ്. മാഗ്നസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ആവശ്യമായ ക്യാഷ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെ എല്ലാം ആഡ് ഇട്ടിട്ട് എനിക്ക് വർക്ക് കിട്ടിയിട്ടുണ്ട്. പല ജില്ലയിൽ നിന്ന് എനിക്ക് ഡെഡായ ഫോൺ അതേപോലെ ഡിവൈസൊക്കെ വന്നിട്ടുണ്ട്. ഞാനത് വർക്ക് ചെയ്ത് തിരിച്ച് കൊറിയർ അയച്ചു കൊടുക്കാറാണ്. അങ്ങനെ എനിക്ക് കുറേ ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ട്രെയിനിങ്ങിന് പോയ സമയത്തും എനിക്ക് കൊറിയർ വരാറുണ്ട്. അപ്പോൾ ഞാനത് മാഗ്നസിന് വിട്ടുകൊടുക്കും. അപ്പോൾ മാഗ്നസ് അത് ചെയ്തിട്ട് അവരെന്നെ കൊറിയർ അയച്ചു കൊടുക്കും. അങ്ങനെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും എനിക്ക് മാഗ്നസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മാഗ്നസിൻ്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ നമുക്കൊരു വർക്ക് പഠിക്കാനും ഒരു ഫോൺ നമ്മൾ കയ്യിൽ കിട്ടി അത് എങ്ങനെ ഏതെല്ലാം ഫസ്റ്റ് മുതൽ അവസാനം വരെ എങ്ങനെ ചെക്ക് ചെയ്യണമെന്നൊക്കെ മാഗ്നസിൻ്റെ ട്രെയിനിങ്ങിലൂടെ നമുക്ക് പഠിക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടാൽ നമുക്ക് എങ്ങനെ ജീവിതം പഠിക്കാം. പല സ്ഥലങ്ങളിലും നമുക്ക് കണക്ഷൻസ് ഉണ്ടാവും. നമുക്ക് എവിടെ പെട്ടാലും അവിടെ നമുക്കൊരു കണക്ഷൻ ഉണ്ടാവും മാഗ്നസിൻ്റെ ട്രെയിനിങ്ങിലൂടെ. വേറെയും കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. മാഗ്നസിനെയും നെഗറ്റീവ് കമൻസും ഉണ്ട്. ഇപ്പോൾ ഈ നെഗറ്റീവ് പറയണത് എന്താണെന്ന് വെച്ചാൽ ഈ ട്രെയിനിങ്ങിനെ കുറിച്ചാണ് നെഗറ്റീവ് പറയുന്നത് കൂടുതൽ സ്റ്റുഡൻസും. അതായത് ട്രെയിനിങ് പറയുമ്പോൾ നമുക്ക് കേരളത്തിൻ്റെ പുറത്താണ്. അപ്പോൾ ഈ കേരളത്തിൻ്റെ പുറത്തൊക്കെ പോയി തന്നെ നമുക്ക് കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ടാവും. നമ്മൾ എത്രത്തോളം റിസ്ക് എടുക്കണോ അത്രത്തോളം നമ്മുടെ ഭാവിയിൽ അത് നമുക്ക് സുരക്ഷിതമാണ്. ഈ നെഗറ്റീവ് കമൻസ് പറയുന്ന ബോധ്യമിക്ക ആൾക്കാരും ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കാത്ത ആൾക്കാരാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ എത്രത്തോളം റിസ്ക് എടുക്കണോ അത്രത്തോളം നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. അതാണ് എനിക്ക് ട്രെയിനിങ്ങിന് പോകുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ളത്. അല്ലാതെ നമ്മൾ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേന് തിരിച്ച് വരിക അല്ലെങ്കിൽ ട്രെയിനിങ് ബോണ്ട് ഔട്ട് ആക്കുക അങ്ങനെയല്ല. നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട് നമ്മൾ റിസ്ക് എടുത്ത് അതൊക്കെ തരണം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ സ്റ്റുഡൻസിനും ഗ്രോത്ത് ഉണ്ടാവും. ഇപ്പോൾ മാഗ്നസിൽ നമുക്ക് കോഴ്സ് പഠിക്കാൻ ഇത്ര ഫീസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഫീസ് കൊടുത്ത് പഠിക്കുമ്പോൾ ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് ഈ ഫീസിനുള്ളൊരു ഇതൊന്നും നമുക്ക് കിട്ടില്ല എന്നായിരുന്നു. പക്ഷേ എൻ്റെ കോഴ്സും കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ പ്ലേസ്മെൻ്റ് ആയപ്പോൾ എനിക്ക് ഫീസ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോഴ്സ് എടുത്തുകൊണ്ട് എനിക്ക് അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മാഗ്നസ് തന്നത്. മാഗ്നസിനോട് നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ മൊബൈൽ ടെക്നീഷ്യൻ്റെ കോഴ്സ് ഞാൻ ആരെങ്കിലും പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാഗ്നസ് തന്നെയാണ്.